തിരുവനന്തപുരം വെഞ്ഞാറമൂടിലുള്ള മുസ്ലിം മതപഠന കേന്ദ്രത്തിൽ നിന്ന് കുട്ടിയെ കാണാതായതായി പരാതി. ഖുത്തബുൽ ആലം ദറസിൽ നിന്നാണ് കൊല്ലം സ്വദേശി മുഹമ്മദ് സഹദിനെ കാണാതായത്. കഴിഞ്ഞ 2-ാം തീയതി മുതലാണ് കുട്ടിയെ കാണാതായത്. മുസ്ലിയാർ തല്ലിയതിനെ തുടർന്നാണ് ദറസിൽ നിന്നും കുട്ടിയെ കാണാതായത് എന്നാണ് കുടുംബത്തിന്റെ ആരോപണം. അഞ്ജു ജയപ്രകാശാണ് വിവരങ്ങളുമായി ചേരുന്നത്. അഞ്ജു, ഇപ്പോൾ കുട്ടിക്കായുള്ള അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണോ? എന്താണ് കുടുംബം ഇക്കാര്യത്തിൽ പറയുന്നത്? മറ്റു വിവരങ്ങൾ? സ്വാതി, 14 വയസ്സുള്ള കുഞ്ഞിനെയാണ് കാണാതായത്. സഹദ് 2-ാം തീയതി മുതൽ കാണാതായിരിക്കുകയാണ്. ഇന്നേക്കിപ്പോൾ 6 ദിവസം പിന്നിട്ടിരിക്കുകയാണ്. കുഞ്ഞ് എവിടെയെന്നുള്ളതിനെ കുറിച്ച് വ്യക്തമായൊരു ധാരണ ഇതുവരെ പോലീസിന് ലഭിച്ചിട്ടുമില്ല. അതായത് വെഞ്ഞാറമൂട് ഖുത്തബുൽ ആലം ദർസിൽ നിന്നാണ് കുട്ടിയെ കാണാതാവുന്നത്. ആ ദർസിൽ ചില സംഭവങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനെ ചൊല്ലി കുട്ടിയെ വഴക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ വഴക്ക് പറഞ്ഞത് പിന്നാലെ അടിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഉസ്താദ് തല്ലിയതിനെ തുടർന്നാണ് കുട്ടി ദർസിൽ നിന്ന് പോയതെന്നാണ് കുടുംബം ആരോപിക്കുന്നത്. ഇതേ തുടർന്നാണ് ഇപ്പോൾ കുടുംബം പരാതിയും കൂടി നൽകിയിരിക്കുന്നത്. ഈ കാര്യം, ഇത്തരം സംഭവം ഉണ്ടായതൊന്നും ഉസ്താദ് പോലീസിനെയോ കുടുംബത്തെയോ അറിയിച്ചിട്ടില്ലെന്ന് കുടുംബം പറയുകയും ചെയ്യുന്നുണ്ട്. മറ്റ് സഹപാഠികൾ ഈ സംഭവത്തെ കുറിച്ച് പോലീസിന് മൊഴിയും നൽകിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും വെഞ്ഞാറമൂട് പോലീസ് CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ കേന്ദ്രീകരിച്ച് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. മറ്റ് കാര്യങ്ങളൊന്നും, കുട്ടി എങ്ങോട്ടാണ് പോയത് എന്നതിനെ കുറിച്ചുള്ള മറ്റ് വിവരങ്ങളൊന്നും ഈ നിമിഷം വ്യക്തമായിട്ടില്ല. അഞ്ജു, ഈ മതപഠന കേന്ദ്രത്തിൽ നിന്നും എന്തെങ്കിലും തരത്തിലുള്ള പ്രതികരണമുണ്ടോ? അതുപോലെ തന്നെ കുട്ടി പോകാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ കേന്ദ്രീകരിച്ചാണോ ഇപ്പോൾ അന്വേഷണം പുരോഗമിക്കുന്നത്? സ്വാതി, അതായത് ഈ കുട്ടിയെ ഏറ്റവും അവസാനം കണ്ടത് വെഞ്ഞാറമൂട്ടിലാണ്. അവിടെ നിന്ന് എങ്ങോട്ട് പോയി എന്നാണ് പോലീസ് ഇപ്പോൾ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. ഇക്കാര്യം അധികൃതർ, ഈ ഉസ്താദിനോടും ഒപ്പം തന്നെ ആ മത പഠന കേന്ദ്രത്തിലെ അധികൃതരോടും പോലീസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. മറ്റ് മാധ്യമങ്ങളോടൊന്നും തൽക്കാലത്തേക്ക് പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. പക്ഷെ പോലീസിനോട് ചില വിശദീകരണങ്ങൾ നൽകിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്താണ് നടന്നത് എന്നതിനെ കുറിച്ചുള്ള വിശദീകരണം നൽകിയിട്ടുണ്ടെന്നാണ് പോലീസും പറയുന്നത്. അല്പസമയത്തിനകം തന്നെ മറ്റ് വിവരങ്ങൾ കൂടി ലഭ്യമാക്കാൻ സാധിക്കും. എന്തായാലും 6 ദിവസം പിന്നിട്ടു. അന്വേഷണം വെഞ്ഞാറമൂടുന്ന CCTV കേന്ദ്രീകരിച്ച് ഇപ്പോൾ പോലീസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ശരി അഞ്ജു, ഇസ്ലാം മതപഠന കേന്ദ്രത്തിൽ നിന്നാണ് ഇപ്പോൾ തിരുവനന്തപുരത്തുള്ള വെഞ്ഞാറമൂട്ടിൽ നിന്നും കുട്ടിയെ കാണാതായിരിക്കുന്നത് എന്നുള്ളതാണ്. കുട്ടിക്കായിട്ടുള്ള അന്വേഷണം അവിടെ പുരോഗമിക്കുകയാണ്.